നേരത്തെ നിലയ്ക്കലിൽ ഇറങ്ങി പമ്പയിലേക്ക് പുറപ്പെടാനായിരുന്നു പദ്ധതിയെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കൂടുതൽ ദൂരം റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വന്നു. രാഷ്ട്രപതിക്ക് ഇപ്പോൾ ശബരിമലയിൽ ശ്രീകോവിലിൽ അയ്യപ്പ ദർശനം നടത്തുകയാണ്. രാഷ്ട്രപതി അല്പസമയം മുമ്പ് അയ്യപ്പ ദർശനം നടത്തി മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് രാഷ്ട്രപതി ഇപ്പോൾ ശ്രീകോവിലിന് വലം വെച്ച് അല്പസമയം കൂടി 1 മണിക്കൂർ സമയം കൂടി രാഷ്ട്രപതി സന്നിധാനത്ത് ചെലവഴിക്കും. വിശ്രമിച്ചതിന് ശേഷമായിരിക്കും മടക്കയാത്ര. വി ഗിരിക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി എത്തുന്നത്. ഇനി 1 മണിക്കൂർ സമയം സന്നിധാനത്തെ ഓഫീസ് കോംപ്ലക്സ് രാഷ്ട്രപതി ഭവൻ രീതിയിലായിരിക്കും. രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലായിരിക്കും തങ്ങുന്നത്. 2 ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് സന്നിധാനവും ഈ ഓഫീസ് കോംപ്ലക്സും. രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ തന്നെ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവൻ ജീവനക്കാരും എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്ത് നിന്ന് രാഷ്ട്രപതി മടങ്ങും. ശബരിമലയുടെ വികസനത്തിന് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വരവ് സഹായകരമാകും എന്ന രീതിയിലുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ആചാരങ്ങളിലെ വ്യത്യസ്തതയും പരിസ്ഥിതിയോടിണങ്ങിയ തീർത്ഥാടനവും തുടങ്ങിയ പ്രത്യേകതകൾ ശബരിമലയ്ക്ക് ഉള്ളതാണ്. ശബരിമലയുടെ ഈ പ്രാധാന്യത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കുവാൻ, രാജ്യം മുഴുവൻ പ്രചാരം ലഭിക്കുവാൻ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉപയോഗപ്പെടുമെന്ന് തന്നെ കരുതാം. വികസനത്തിൻ്റെ പ്രധാന പ്രതിസന്ധി കേന്ദ്രത്തിൻ്റെ ഒരു പണത്തിൻ്റെ കുറവ് കൂടി ഇക്കാര്യത്തിലുണ്ട്. പ്രാധാന്യം കണക്കിലെടുത്ത് വികസന പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുവാനും പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതാം. റോപ്പ് വേ പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. കേരള ഗവർണറായിരിക്കെ 1962 ശബരിമലയിൽ ദർശനം നടത്തിയ വി ഗിരി രാഷ്ട്രപതിയായിരിക്കെ 1973 ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുന്നത്. കറുപ്പണിഞ്ഞ് ഇരുമുടി കെട്ടുമേന്തി 18ാം പടി കയറിയാണ് ദ്രൗപദി മുർമു സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തിയത്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുമുടിക്കെട്ടുമായി മല കയറി അയ്യപ്പ ദർശനം നടത്തി ശ്രീകോവിലിന് വലം വയ്ക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി. ശശിനാരായണനുണ്ട് സന്നിധാനത്ത്. ശശി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മഞ്ജുഷ, ഇപ്പോൾ രാഷ്ട്രപതി ശബരിമലയിലെ സന്നിധാനത്ത് ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിശ്ചയിച്ച സമയത്തോടെ തന്നെയാണ് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിയത്. അതിനുശേഷം 18ാം പടി കയറി വരുന്ന രാഷ്ട്രപതിക്ക് തന്ത്രി പൂർണ്ണ കുംഭം നൽകി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മന്ത്രി, ദേവസ്വം മന്ത്രി വാസവൻ അടക്കമുള്ള ആളുകൾ സന്നിധാനത്തുണ്ടായിരുന്നു. ഒപ്പം രാഷ്ട്രപതിയോടൊപ്പമുള്ള ജീവനക്കാരും കെട്ടുനിറച്ചാണ് വന്നിട്ടുള്ളത്. അല്പനേരം, അതായത് ശ്രീകോവിലിന് മുന്നിൽ വന്നതിന് ശേഷം ഇരുമുടിക്കെട്ട് ശ്രീകോവിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് തൊഴുതിന് ശേഷം ശ്രീകോവിലെ ഇരുമുടിക്കെട്ടെല്ലാം പൂജിച്ചതിന് ശേഷമാണ് മേൽശാന്തി രാഷ്ട്രപതിക്കും ഒപ്പം ഉദ്യോഗസ്ഥർക്കും പ്രസാദം നൽകി. അതിനുശേഷം ഒരു 10 മിനിറ്റോളം അവിടെ നിന്ന് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറോളം സന്നിധാനത്തുണ്ടാകും. അവിടെ ആയിരിക്കും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും ഈ ഗൂർഖ വാഹനങ്ങളിൽ തന്നെ, തയ്യാറാക്കിയ വാഹനങ്ങളിൽ തന്നെയാണ് പമ്പയിലെത്തുക. പമ്പയിലെത്തിയതിനു ശേഷം ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രമാണത്തിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ മടങ്ങി യാത്ര ഉള്ളതെന്നാണ് നമുക്കറിയുന്നത്. ഏതായാലും വലിയ ഒരു കാര്യമാണ്. കാരണം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് മഞ്ജു സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി സന്ദർശനം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അത് കൂടുതൽ വികസന പദ്ധതി നടപ്പിലാക്കാനൊക്കെ ഈ സന്ദർശനം ഗുണകരമാകും എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിയെ സംബന്ധിച്ചും ശബരിമല ദർശനം വളരെ ഒരു സന്തോഷത്തിന്റെ കാര്യം കൂടിയാണ്. 2 പ്രാവശ്യം ആദ്യ പ്രാവശ്യം ദർശനത്തിലെത്താൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. പിന്നീട് ആ ഡേറ്റ് മാറ്റി. പിന്നീട് രണ്ടാമതാണ് 22ാം തീയതിയിലേക്ക് വീണ്ടും രാഷ്ട്രപതി എത്തിയിരിക്കുന്നത്. വലിയൊരു അനുഭവമായി എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. രാഷ്ട്രപതിക്ക് ദർശനത്തിന് ശേഷം ഇപ്പോൾ ശ്രീകോവിലിനും നാലമ്പലത്തിനും ചുറ്റുമുള്ള തൊഴിലിന് ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ശ്രീകോവിലിന്റെ ദർശനം, ശബരിമല അയ്യപ്പനെ കണ്ടെത്തുന്ന ദർശനം പൂർത്തിയായിരിക്കുന്നു. ഒരു 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് രാഷ്ട്രപതി ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾ, മാളികപ്പുറം അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ചുറ്റമ്പലമൊക്കെ ദർശനത്തിന് ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുക. എന്തായാലും രാഷ്ട്രപതി 10 സ്ഥലങ്ങളിൽ മാളികപ്പുറത്തുള്ള ദർശനങ്ങളെല്ലാം ഇപ്പോൾ നടത്തിയതിനു ശേഷം റെസ്റ്റ് ഹൗസിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു അപൂർവ സന്ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. വി ഗിരിക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി ശബരിമലയിൽ ഇതാദ്യമായാണ്. പമ്പയിലാണ് കെട്ടുനിറച്ചതിന് ശേഷം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് രാഷ്ട്രപതി സന്നിധാനത്ത് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 11:50 തന്നെ സന്നിധാനത്ത് എത്തിച്ചേരാൻ രാഷ്ട്രപതിക്ക് കഴിഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സ്പെഷ്യൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം സന്നിധാനത്ത് ക്രമീകരിച്ചിരുന്നു. അതെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നു. കെട്ടുനിറച്ച് ഈ കെട്ട് രാഷ്ട്രപതി കൊണ്ടുപോയി ഇരുമുടിക്കെട്ടും ഉദ്യോഗസ്ഥരുടെ ഇരുമുടിക്കെട്ടുള്ള ശ്രീകോവിൽ പൂജിച്ചതിന് ശേഷം
പ്രസാദം നൽകിയതിനു ശേഷം ഒരു 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് രാഷ്ട്രപതി ചിറ്റമ്പല ദർശനങ്ങൾ അതുപോലെ മാളികപ്പുറമുള്ള ദർശനം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയം തന്നെ റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. 1 മണിക്കൂറോളം സന്നിധാനത്തുണ്ടാകും. അതിനുശേഷമായിരിക്കും മടക്കയാത്ര ഉണ്ടാകും. ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും തിരികെ മടക്കയാത്ര ഉണ്ടായിരിക്കുക. എന്തായാലും ഇപ്പോഴും ദർശനം തുടരുകയാണ്. ശബരിമലയുടെ ദർശനം തുടരുകയാണ്. എന്തായാലും രാഷ്ട്രപതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിയത് തന്നെ വലിയ പ്രതീക്ഷയാണത് ഉള്ളത്. കാരണം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുണ്ട്. അതിനെല്ലാം ഈ രാഷ്ട്രപതി സന്ദർശനം ഒരു ഗുണകരമാകുമെന്നുള്ള വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അത്തരത്തിൽ എന്തായാലും ശബരിമല ദർശനം ഇപ്പോഴും തുടരുകയാണ്. ചുറ്റമ്പലം അതേ മാളികപ്പുറം മണികണ്ഠൻ ആൾക്കാർ അവിടെയെല്ലാം ദർശനത്തിന് ശേഷമായിരിക്കും വിശ്രമിക്കുക. എന്തായാലും ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. മഞ്ജുഷേ, രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം തുടരുകയാണ്. ശബരിമലയിൽ പ്രധാന ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പനെ തൊഴുതതിനു ശേഷം ഉപപ്രതിഷ്ഠകളിൽ ഇപ്പോൾ തൊഴുതു മടങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാളികപ്പുറം സന്ദർശനവും അതിനുശേഷമായിരിക്കും വിശ്രമിക്കുന്നതിനു വേണ്ടി ദേവസ്വം കോംപ്ലക്സിലേക്ക് രാഷ്ട്രപതി പോവുക. ചരിത്ര സന്ദർശനം എന്ന് തന്നെ പറയാം. ഇന്ത്യൻ രാഷ്ട്രപതി സന്നിധാനത്തെത്തുന്നു, ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നു എന്നുള്ള അപൂർവത കൂടി ദ്രൗപദി മുർമുവിൻ്റെ ഈ സന്ദർശനത്തിലുണ്ട്. ശബരിമലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാഷ്ട്രപതി വരുന്നത് പ്രമാണിച്ച്. ഇപ്പോൾ തുലാമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്ന സമയമാണ്. പമ്പയിലെത്തി അവിടെ നിന്ന് കെട്ടുനിറച്ചാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്ത് 15 മിനിറ്റ് കൊണ്ട് എത്തുവാൻ കഴിഞ്ഞു. അവിടെ നിന്ന് 18ാം പടി കയറി കൊടിമരച്ചൂട്ടിൽ പൂർണ്ണ കുംഭം നൽകി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തുടർന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പനെ തൊഴുത് പ്രസാദം സ്വീകരിച്ച് മറ്റ് ഉപപ്രതിഷ്ഠകൾ തൊഴുത് ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോഴും സന്നിധാനത്ത് തന്നെയുണ്ട്. മന്ത്രി VN വാസവനും ഒപ്പമുണ്ട്. രാഷ്ട്രപതിക്കൊപ്പം അദ്ദേഹവും ഉണ്ട്. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കെട്ടുനിറച്ചാണ് സന്നിധാനത്ത് എത്തിയത്. ഇപ്പോഴും സന്ദർശനം തുടരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഷ്ട്രപതി കൃത്യസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന അതേ സമയത്ത് തന്നെ രാഷ്ട്രപതിക്ക് സന്നിധാനത്തെത്താൻ കഴിഞ്ഞു. ഇന്ന് കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നു. അതിനാൽ തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ പ്രശ്നമില്ല. നേരത്തെ ഹെലികോപ്റ്ററിൻ്റെ ചക്രങ്ങൾ പുതഞ്ഞത് അല്പനേരം ആശങ്കയുണ്ടാക്കിയിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി കേരളത്തിൽ എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്ത് ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശശി, ഇപ്പോൾ എങ്ങനെയാണ്, 1 മണിക്കൂർ സമയമാണോ രാഷ്ട്രപതി സന്നിധാനത്ത് തങ്ങുക? പക്ഷേ മടക്കയാത്ര നിലയ്ക്കലിൽ നിന്നുള്ള നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്ര എന്ന് പറയുന്നത് 3 മണിയല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മടക്കയാത്ര നിശ്ചയിച്ചിരിക്കുന്നത്? മഞ്ജുഷ, തീർച്ചയായിട്ടും നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെയാണ് യാത്ര തുടരുക. എന്തായാലും നിലയ്ക്കലിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടായാൽ അത് പ്രമാണത്തിൽ തന്നെ ആയിരിക്കും വീണ്ടും രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. കാലാവസ്ഥ പ്രതികൂലമായാൽ ഒരുപക്ഷെ നിലയ്ക്കൽ നിന്നുള്ള യാത്ര അത് ഉപേക്ഷിക്കേണ്ടി വരും. നേരെ റോഡ് മാർഗം, പമ്പയിൽ നിന്ന് റോഡ് മാർഗം നേരെ പ്രമാണത്ത് എത്തിച്ചേരും. പിന്നീടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. എന്തായാലും രാഷ്ട്രപതി ഒരു മണിക്കൂറോളം സന്നിധാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സന്നിധാനത്തുണ്ട്. ഒപ്പം രാഷ്ട്രപതിയുടെ കൂടെ വന്ന ഉദ്യോഗസ്ഥരടക്കം സന്നിധാനത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും മലയിറങ്ങുക. 1 മണിക്കൂറോളം സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷമായിരിക്കും മലയിറങ്ങുക. നേരത്തെ വന്ന ഗൂർഖ വാഹനങ്ങളെ, നമ്മൾ പ്രത്യേകമായ വാഹനമാണ്, ആ ഗൂർഖ വാഹനങ്ങളെ തന്നെ തിരികെ പമ്പയിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം നേരെ പ്രമാണത്ത് എത്തിച്ചേരും. പ്രമാണത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് തിരികെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഇന്ന് രാഷ്ട്രപതിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രമാണത്ത് വന്നിറങ്ങിയ സമയത്ത് ഈ ഹെലികോപ്റ്ററിന്റെ ഈ ചക്രം കോൺക്രീറ്റിൽ പുറഞ്ഞത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. പക്ഷേ